നമ്മുടെ ഒരു സങ്കടം, നമ്മുടെ ഒരാൾ നഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. നമ്മുടെ വീട്ടിലൊരു അംഗം നഷ്ടപ്പെടുന്ന പോലെയാണ് നമുക്കത് തോന്നുന്നത്. പെട്ടെന്ന് പ്രതീക്ഷയിൽ ഷോക്കേറ്റാതെയായി പോയി അത് കേട്ടിട്ട്. നമ്മൾ കാര്യം അസുഖങ്ങൾ ഉണ്ടാകും, മാറും പിന്നെ പുള്ളി ഇതിൽ നിന്നൊക്കെ അതിജീവിച്ച് വന്ന ഒരാളാണല്ലോ. അപ്പം പിന്നെയും ഇത് മാറും എന്നുള്ളൊരു ആഗ്രഹമൊക്കെയായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് താങ്ങാൻ പറ്റാത്തൊരു വിഷമം. ഞങ്ങളൊക്കെ പുതിയ സ്കൂളിലാണ് പഠിച്ചത്. പറവൂർ പുതിയ സ്കൂളിൽ നല്ല മനുഷ്യനാണ് താൻ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സലീം കുമാറിനെ. കഴിഞ്ഞ മാസം ഇവിടെ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു സതീശൻ വന്നപ്പോൾ, അങ്ങനെ കണ്ട്. ഞങ്ങളൊക്കെ 2 വർഷത്തിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട് പറവൂർ വന്നപ്പോൾ. എന്നാലും ഇത് വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം വരുന്നു. അതാണ് ഇത്ര പെട്ടെന്ന് ഞാൻ രാവിലെ ഓടി ഇവിടെ എത്തിയത് കാണാൻ വേണ്ടി. ഞങ്ങൾ പുറത്ത് എവിടെയെങ്കിലും ഒരു കല്യാണത്തിനോ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ പോയാൽ വീട് എവിടെയെന്ന് വെച്ചാൽ സലീം കുമാറിൻ്റെ നാട്ടുകാരെന്നാണ് പറയുന്നത്. അതൊരു അഭിമാനമായിട്ട് തന്നെ കാണുന്നു. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളതാണ്, ഒരു ക്ലാസ്മേറ്റ് ആയിരുന്നു. ഇതുപോലെ ഞങ്ങൾ എവിടെ ചെല്ലുമ്പോഴും ഏത് നാടാണെന്ന് ചോദിക്കുമ്പോൾ സലീം കുമാറിൻ്റെ നാട്ടുകാരാണെന്ന് പറയും, അഭിമാനത്തോടു കൂടി. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഞങ്ങളുടെ നാട്ടുകാരനല്ലേ. അപ്പം ഞങ്ങൾക്കൊന്നും കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ അങ്ങനെ ഒന്ന് കാണേണ്ടതാണ്. ഇന്നലെ ഹോസ്പിറ്റലിൽ അമൃതയിലേക്ക് പോണ വഴിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണമായിരുന്നു. അവിടെ കുഴഞ്ഞു വീഴണമെന്നും ഒക്കെ ഞങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ഞാൻ ഇന്നലെ കണ്ണിൻ്റെ പോളറയ്ക്കാതിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ന്യൂസ്. രാവിലെ 5 മണിക്ക് മുമ്പ് കഴിഞ്ഞിട്ട് ന്യൂസ് വെച്ച് നോക്കി, അപ്പോഴാണ് ഇത് സംഭവം അറിയുന്നത്. അപ്പോൾ ചായ കുടിക്കാനും ചോറ് കുടിക്കാനൊന്നും നിന്നില്ല. ഞങ്ങൾ ആ സാറിനൊന്ന് കാണാൻ വേണ്ടി. ഞങ്ങൾക്ക് അത്രയ്ക്ക് മാത്രം ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. ഈ സിനിമയിൽ കാണുമ്പോൾ ഉള്ള ഒരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആളുടെ ഇത് പെട്ടെന്ന് പോകുന്നുള്ളതൊന്നും നമ്മൾ ഭയങ്കര സങ്കടമാണ്. നല്ലൊരു ഹാസ്യ നടനായിരുന്നു. അപ്പോൾ ഒരു നല്ല നടനും കൂടെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി ഇന്ന് നമുക്ക് പറയാം. ഒരുപാട് പടങ്ങൾ നമ്മൾ കാണാറുണ്ട്, പല പ്രാവശ്യം കാണുന്ന ആളാണ്. എനിക്ക് പറയുന്നത്